2 ദിനം കൂടി കഴിയുമ്പോഴാണ് ലോകം ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്നത്. പത്തനംതിട്ട വെട്ടൂർ റോഡിൽ കൂടി പോയപ്പോഴാണ് ഈ അതിമനോഹരമായ ഈ കാഴ്ച കണ്ടത്. യേശുദേവൻ പുൽക്കൂട്ടിൽ ജനിക്കുന്നതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് പച്ച വിരിച്ച ഈ പരവതാനികൾ കൊണ്ട് വർണ്ണാഭമായ ഈ വീട് അലങ്കരിച്ച് വെച്ചേക്കുന്നത്. നമുക്ക് ഈ വീട് ആരുടെയാണെന്ന് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. സാന്താക്ലോസ് പോകുന്ന വണ്ടിയുണ്ട്, വൈവിധ്യമാർന്ന ക്രിസ്മസ് ട്രീ ഉണ്ട്, ആട്ടിടയന്മാര്, സാന്താക്ലോസ്, അങ്ങനെ വർണ്ണാഭമായി തന്നെ പച്ച വിരിച്ച ആ പരവതാനിൽ തന്നെയാണ് ഈ ക്രിസ്മസിന്റെ ഈ വരവറിയിച്ചുകൊണ്ട് ഈ വീട് ഒരുക്കിയേക്കുന്നത്. നമുക്കിത് പത്തനംതിട്ട വെട്ടൂർ റോഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് നമുക്ക് അന്വേഷിക്കാം. നമ്മൾ ഇതുവഴി വണ്ടി യാത്ര ചെയ്തപ്പോഴാണ് നമ്മൾ ഈ അതിമനോഹരമായ ഈ കാഴ്ച കണ്ടത്. ഞങ്ങള് ഈ റോഡിൽ കൂടെ പോയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. കേരള വിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഇത് വീട്ടിന്റെ ആരാണെന്ന് ഒന്ന് പരിചയപ്പെടുത്തിക്കൂ. ഇത് എങ്ങനെയാണ്? ഇത് പ്രിൻസ് കുമ്പക്കാടന്റെ വീടാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സോണിയ. ഇത് പത്തനംതിട്ട വെട്ടൂരാണ് സ്ഥലം. ഞങ്ങള് ഇത് വീട് ട്രോപ്പിക്കൽ ഹോമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ചെടികളും ഒക്കെ ആയിട്ട് നിറച്ച് പണ്ട് തൊട്ടേ ചെടികളോടുള്ള സ്നേഹം കൂടുതൽ കാരണം അദ്ദേഹം ഇങ്ങനെ ചെടികളൊക്കെ നട്ടു വളർത്തി. പിന്നെ ഇതൊരു നമുക്ക് അധികം ചൂടും പൊടികളോ ഒന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ ചെടികൾ വളർത്തി തുടങ്ങിയത്. പിന്നീട് അത് ഇങ്ങനെ ഒരു കാട് പോലെ ആയപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക് തന്നെ ആക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ക്രിസ്മസിന്റെ ആ ഒരു സമയമാകുമ്പോൾ എല്ലാ തവണയും ഇതുപോലെ അലങ്കാരങ്ങൾ ചെയ്യാറുണ്ട്. അദ്ദേഹം ആർട്ട് സാറാണ്. അപ്പോൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്രിസ്മസ് ഫാദറിനെ ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു നേരത്തെ തൊട്ടേ. പിന്നെ ഓരോ വർഷം കഴിയുന്തോറും ഓരോരോ പുതിയ ഐറ്റംസ് വെറൈറ്റി ആയിട്ട് നാട്ടുകാർക്കെല്ലാം ഇഷ്ടമാണ്. എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ വന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കിനി 2 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കിനാണ് ലോകം ഈ തിരുപ്പിറവി ആഘോഷിക്കുന്നത്. യേശുദേവൻ പുൽക്കൂട്ടിലാണ് വീണത്. പക്ഷെങ്കിൽ ഇത് കണ്ടില്ലേ, പച്ച പരവതാനിയിൽ തന്നെ വർണ്ണാഭമാകുന്നുണ്ട്. എത്ര ദിവസം എങ്ങനെയൊക്കെയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് സാറ് എത്തിച്ചേർന്നത്? ഇത് ഒരാഴ്ചത്തെ മാക്സിമം മിനിമം ഒരാഴ്ചത്തെ ഒരു പ്രയത്നം കൊണ്ടാണ് ഇത്രയും ആക്കിയെടുത്തത്. അധികം സമയം കിട്ടിയില്ല, അല്ലാതെ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേനെ. ഇലക്ഷന്റെ കാര്യങ്ങളും ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് സമയം കിട്ടാഞ്ഞത് കൊണ്ട് ഇത്രയൊക്കെ ആക്കി ഒതുക്കിയതാണ്. എത്ര നാളായി ഈ വീട് തന്നെ ഇങ്ങനെ ഒരു പച്ചപ്പിലേക്ക്? ഒരു 10 വർഷത്തിന് മേലെയായി. എന്താണ് സാറിന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നാൻ കാരണം എന്ന് പറഞ്ഞാല് ചെടികൾ പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. പിന്നെ പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി ജീവിക്കുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പ്രകൃതിയാണല്ലോ മനുഷ്യനെല്ലാം. അപ്പൊ ആ ഒരു സ്നേഹത്തിൽ നിന്നാണ് ഇങ്ങനെ ചെടികൾ വളർത്തി തുടങ്ങിയത്. മകന്റെ ഈ നിർമ്മാണ പ്രക്രിയയിലെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒരു 5 വയസ്സായപ്പോ തൊട്ടേ ഇതിനകത്ത് നല്ല താല്പര്യമാണ്. കളിമണ്ണ്, നമ്മുടെ പൂഴിമണ്ണ് കുഴച്ച് മാനെ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കി അത് കളറൊക്കെ ചെയ്ത് വെച്ച് അന്നോട്ടേ ഉള്ള ഒരു താല്പര്യമോ കുഞ്ഞിന്. ഞങ്ങളത് പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ, നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അതുപോലെ ഇത് ക്രിസ്മസ് ഫാദറുടെ ആണെങ്കിലും ഇതും ഇപ്പം 3-4 വർഷം കൊണ്ട് കുഞ്ഞിങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. അത് രാത്രി വരെ ആൾക്കാരാണ് ഇത് ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ വന്നിരുന്ന് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നത്. നമുക്കിവിടെ അവരുടെ വർത്താനമൊക്കെ കേൾക്കാം. അതുകൊണ്ട് കൊച്ചിലെ തൊട്ടേ ഒരു കലയുള്ള മകനായിരുന്നു. അത് പ്രോത്സാഹിപ്പിച്ച് ഇത്രയാക്കി. അവന് നല്ല മനസ്സാ, അവന് കിട്ടിയ കല അവന് അത് കൈ മടക്കി പിടിക്കാതെ അത് നല്ലവണ്ണം പ്രയോഗിച്ചു. പ്രത്യേകിച്ച് നമുക്ക് പ്രസിദ്ധമായ ഒരു ഗാനമുണ്ട്, യഹൂദിയയിലെ ഒരു കാലിത്തൊഴുത്തിൽ. അതുപോലെ തന്നെ അനുസ്മരിപ്പിക്കുന്നതാണ് നമുക്കാണ്. കാരണം സാന്തായുടെ ഇത്, പിന്നെ ആട്ടിടയര്, മോനും ടീച്ചറും എല്ലാം ഇതിനകത്ത് പങ്കാളി. ഞങ്ങൾ എല്ലാവരും കൂടെ അദ്ദേഹം എല്ലാം സെറ്റ് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഇതെല്ലാം നിർമ്മിക്കാനായിട്ട് തന്നെയാണ് എല്ലാം ചെയ്തത്. പിന്നെ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്യാനും എല്ലാത്തിനും കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് കൂടെ ഇങ്ങനെ ഇതിന്റെ ഈ ക്രിസ്മസ് ഈ വർണ്ണാഭമാക്കാൻ പങ്കുചേർന്നത്? ഞങ്ങളിങ്ങനെ ഓരോ ഇതുണ്ടാക്കുമ്പോൾ നമ്മളെ കൂടെ പോയി നിന്ന് അപ്പന് വേണ്ടി സാധനങ്ങളെല്ലാം എടുത്തു കൊടുത്ത് പെയിന്റ് അടിച്ചു കൊടുത്ത് ആവശ്യമുള്ളത് കുഴച്ചു കൊടുത്ത് ഒക്കെയാണ് നമ്മൾ സഹായിക്കുന്നത്. ഓക്കെ, അവസാനമായിട്ട് ഈ കാണുന്ന പ്രേക്ഷകരോട് എങ്ങനെയാണ്, ഇത് ഏത് സ്ഥലമാണ്, എങ്ങനെയാണ് ഒരു ക്രിസ്മസ്? ഇത് പത്തനംതിട്ട വെട്ടൂരാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കാട് വീടെന്നാണ് എല്ലാവരും പറയുന്നത്. ചെടികളെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആൾക്കാർക്ക് ആദ്യം മനസ്സിലാകത്തില്ല ഇതിനകത്ത് വീടുണ്ടെന്നുള്ള കാര്യം. എല്ലാവരും ഇതിനെ കാട് പിടിച്ച് കിടക്കുന്നു എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി ജീവിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക,
അതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം തന്നെ. സേവ് നേച്ചർ ഫോർ ഫ്യൂച്ചർ എന്നാണ് ഈച്ചൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞ ക്രിസ്മസ് ആശംസിക്കുന്നു. പ്രിൻസ് കുമ്പക്കാടൻ എന്നാണ് ഈ അധ്യാപകന്റെ പേര്. വൈഫ് സോണിയ, അദ്ദേഹവും ടീച്ചറാണ്. അവര് പ്രകൃതിയോട് ഇണങ്ങി തന്നെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന വേളയിൽ പത്തനംതിട്ട വെട്ടൂർ റോഡിൽ അതിമനോഹരമായിട്ടാണ് ഈ ക്രിസ്മസ് അലങ്കാരങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. പത്തനംതിട്ടയിൽ നിന്നും കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.